സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി ഓർക്കട വീടുകളിൽ തന്നെ. അനുഗ്രഹീതമായ വാക്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ വാക്യത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കും. വളരെ പ്രാർത്ഥിക്കുക, കർത്താവ് നമ്മോട് ഇടപെടട്ടെ. ഇവിടെ വായിച്ചത് 18ാമത്തെ വാക്യം മാത്രം. ഇവിടെ 18ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. സെബൂലൂൻ എങ്ങനത്തെ ജനമാണ്? പ്രാണനെ ത്യജിച്ച ജനം. ആര്? സെബൂലൂൻ. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. ഇതിനൊരു ചരിത്രമുണ്ട്. അവൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ആരും അങ്ങനെ അത്രമാത്രം അറിയപ്പെടാതെ കിടക്കുന്ന വലിയ ഒരു ഗോത്രമാണ് സെബൂലൂൻ ഗോത്രം എന്ന് പറയുന്നത്, നഫ്താലി ഗോത്രം. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, യാക്കോബിന്റെ ഭാര്യമാരായിരിക്കുന്ന ആ 4 സഹോദരിമാരുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളാണ്. സ്തോത്രം. വിലപ്പെട്ടതായിരിക്കുന്ന ഗോത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നമുക്കറിയാം. ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഗോത്രങ്ങളിൽപ്പെട്ട 2 ഗോത്രത്തിന്റെ കാര്യമാണ് നമ്മൾ വായിച്ചത്. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനമാണ്. ഹല്ലേലൂയ. അക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മെസ്സേജ് നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. സെബൂലൂൻ പ്രാണനെ ത്യജിച്ചതായതുകൊണ്ട് നമുക്ക് എന്താകും? ആ അനുഭവത്തിലേക്കാണ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര കഴിഞ്ഞ് വാഗ്ദത്ത കനാനിലേക്ക് അവർ പ്രവേശിക്കും. പക്ഷേ ഈ സമയങ്ങൾ അത്രയും ഇവരുടേതായ ജീവിതത്തിനകത്ത് വിടുതലോ അല്ലെങ്കിൽ നന്മയോ പ്രാപിക്കാതിരിക്കാൻ, ഇവരുടെ വാഗ്ദത്തങ്ങളിൽ കയറ്റാതിരിക്കാൻ പലവിധമായ ശക്തികൾ ഇവർക്കെതിരെ കടന്നു വരികയാണ്. സ്തോത്രം. അതിന് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കണം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവയ്ക്ക് ഇഷ്ടമായത് ചെയ്തത് ഇസ്രായേൽ മക്കൾ. ഇസ്രായേലിനെ മേയ്പ്പാനായിട്ട്, നയിക്കുവാനായിട്ട് ദൈവം ന്യായാധിപന്മാരെ ആക്കിയിരുന്നു, അല്ലേ? അതിനകത്തൊരു ന്യായാധിപനാണ് യേഹൂദ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. അതിൽ തൊട്ടുപുറകിലുണ്ട് ശങ്കർ. പിന്നെ ശമൂവേലാണ് ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ. ഒടുവിലത്തെ പ്രവാചകനല്ല, പ്രവാചകനും ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനും ശമൂവേൽ പ്രവാചകനാണ്. സ്തോത്രം. അപ്പോ യേഹൂദ് മരിച്ച ശേഷം, യേഹൂദ് അനുഗ്രഹീതമായ ഒരു മിനിസ്ട്രിയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം 80 സംവത്സരം ഇസ്രായേലിന് സ്വസ്ഥതയുണ്ടായി. അവിടെ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓ, ആരാണ് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത്? ഇസ്രായേൽ ജനം. ഇസ്രായേൽ മക്കൾ ആരാ? സമുദായ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, അല്ലേ? ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോ ദൈവത്തിന് എപ്പോഴും എല്ലാ കാലത്തും ആഗ്രഹം ഈ ജനം എല്ലാ കാലത്തും വിശുദ്ധിയോടും വേർപാടോടും കൂടെ നിന്ന് തന്റെ ജനം തന്നെ സേവിക്കണമെന്നുള്ളതാണ്. പക്ഷേ തത്വത്തിൽ സംഭവിക്കപ്പെട്ട കാര്യം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അവസരം കിട്ടുമ്പോഴെല്ലാം ഇവര് അവന്റെ മറുകളുടെ ചാടി പോകാറുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ ഇവര് കപ്പേര തപ്പി പോകാറുണ്ട്. ഹല്ലേലൂയ. അവസരം അവൻ കിട്ടുമ്പോഴൊക്കെ മക്കളിക്കാൻ പോകാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവസരം കിട്ടുമ്പോഴൊക്കെ അവരുടെ ദൈവവചനം വിട്ട് അവർ യാത്ര ചെയ്യാറുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ ആരാധനകൾ ഉപേക്ഷയായി വിചാരിക്കാറുണ്ട്. അവസരം കിട്ടുമ്പോൾ യാഗപീഠത്തെ ബഹുമാനിക്കാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നും വേണം പ്രാർത്ഥന, എന്നും വേണം കൂട്ടായ്മ. ഹല്ലേലൂയ. ഒരു കാലഘട്ടം ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിന്ന ഇസ്രായേൽ മക്കൾ പതിയെ വിശ്വാസം നകലാൻ തുടങ്ങി. കൂട്ടത്തിൽ വരണം. സെബൂലൂനോട് പറയുന്നതല്ല, ഇതിപ്പോ നമ്മളോട് പറയുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ആടുകളെ വളർത്തിയ ആളുകൾ, അല്ലേ? കപ്പേല കൊടുക്കുന്ന ആടുകൾ എന്നാ കൊടുത്താ കുഴപ്പം? മക്ക് വിടും, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ കാട്ടുപേരുണ്ടല്ലോ, അത് എടുക്കുമോ? അത് പുല്ലല്ലേ? പുല്ല് വർഗത്തിൽപ്പെട്ടതല്ലേ? എന്നാ കൊടുക്കാത്തെ? അത് തിന്നാൽ ഞങ്ങളുടെ ആടിന് ദോഷമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് പുല്ല് വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ഉടമസ്ഥരത് കൊടുക്കാറില്ല. ചില സമയങ്ങളിൽ കണ്ണുപെട്ടിട്ട് ചിലരൊക്കെ പോയി കപ്പേര തിന്നും, ഈ കാട്ടുപള്ളി തിന്നും. അതിനാണ് വയറ്റിളക്കം വിട്ടുമാറാതെ വേണം, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഉപദേശിച്ചത് ആന്റി പറഞ്ഞു, എന്റെ ദൈവദാസൻ എനിക്ക് വയറ്റിന് പോകുന്നു, എനിക്ക് അല്പം പ്രാർത്ഥിച്ച് വെള്ളം തന്നു. പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് പിന്നെ നിന്നില്ല.
അവസാനം ആളിനെ വിട്ട് ദൈവത്തോട് ഭാഷയെ പ്രാർത്ഥന ഇച്ചിരി തരണം, അവൻ നിൽക്കാൻ തരണോ. അപ്പോ ഈ ചില സമയങ്ങളില് അവൻ ഇതെന്ത് ചെയ്തു, അവൻ ഈ അതിര് വിട്ടു പോകാം. ദൈവസഭ കെട്ടിയടച്ച തോട്ടമാണ്. അവൻ ഈ കെട്ടിയടച്ച തോട്ടത്തിന് അകത്ത് നിന്നും വെളിയിലേക്ക് പോകുമ്പോൾ ഓർത്തോണം, വെളിയിൽ നിനക്കെതിരെ ശത്രു നിൽക്കുകയാണ്. യോഗ്യമല്ലാത്ത വഴികളിലൂടെ നിന്നെ കൊണ്ടുപോയി, യോഗ്യമല്ലാത്ത അനുഭവങ്ങളോടെ നിന്നെ കൊണ്ടുപോയി. അവൻ വല്ലാത്ത വരുന്നത് 99 ആടും അവൻ സുരക്ഷിതമായ സ്ഥാനത്ത് ഇടയനോട് ചേർന്ന് നടക്കുമ്പോ ഒരാട് മാത്രം എന്തുവെന്ന് ഇടയുടെ കൂടെ പോകുന്നവന് പോയതാ. അവൻ വലിയ ഗർത്തത്തിനകത്ത് പതിച്ചു. മുട്ടുകാൽ തല്ലി ഒടിയുന്നതിന് മുൻപ് ഇടയനോട് ചേർന്ന് നില്ലെങ്കിൽ അവൻ മുട്ടുകാൽ ഇടയൻ തല്ലി ഒടിയും. ഈ ഇടയനല്ല, അവൻ മഹായിടയൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏതാ മഹായിടയൻ? ഞാൻ ഇതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം അല്ലേ? കേട്ടിട്ടുണ്ടോ ചരിത്രം? ഉണ്ട്. സ്തോത്രം അല്ലേ? ഇടയൻ മുട്ടുകാൽ തല്ലി ഓടിക്കുന്നു. ഏതിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുന്നത്? വഴി വിട്ടയാടിന്റെ മുട്ടുകാൽ തല്ലി ഓടിച്ചു. കേട്ടിട്ടുണ്ടല്ലോ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പ്രതികരിക്കാതെ സ്തോത്രം. ആമേൻ. അല്ലേ? 99 ആടിനകത്തും അത് സുരക്ഷിതമായിട്ട് എന്നോട് കൂടെ നടക്കുമ്പോൾ ഒരാട് മാത്രം വഴിതെറ്റി പോവാണ്. പോകുന്ന ആടിനെ അങ്ങനെ എടുത്തുകൊണ്ട് മാറി ചേർത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, മാറി ചേർത്തുകൊണ്ട് വരും അല്ലേ? മാറി ചേർത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ആടിന് ഭയങ്കര സന്തോഷം. എൻ്റെ ഇടയിൽ അത്ര നല്ല ഇടയാണെന്ന് അറിയാമോ? സ്തോത്രം. പിന്നെ ഇതിൽ ഒരു ശീലമായിരുന്നു. ഞാൻ ഇങ്ങനെ പോയാലും ഇടയിൽ എന്നെ തേടി വരും അല്ലേ? സ്തോത്രം. രണ്ടാമത് പോകുമ്പോഴത്തേക്ക് എടുത്തോണ്ടല്ല വരുന്നത്, കഴുത്തെ കയറിട്ടി വലിച്ചോണ്ടാണ് അല്ലേ? സ്തോത്രം. വലിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ആട് പറയും, എന്റെ ഇടയിൽ എന്നെ തല്ലിയില്ലല്ലോ, എന്നെ ഉപദ്രവിച്ചില്ലല്ലോ, എത്ര നല്ല ഇടയില്ല. മൂന്നാമത് പോകുമ്പോഴത്തേക്കും ആടിനെ വലിച്ചോണ്ട് കയറിട്ടി വലിച്ചോണ്ട് വന്നേച്ച് 99 ആടിന് നടുവിലോട്ട് നിർത്തും. ദൂതാ കേട്ടോ. 99 ആടിന് നടുവിലോട്ട് നിർത്തിയിട്ട് ഫ്രണ്ടിലത്തെ 2 കൈ ഉണ്ടല്ലോ, ആടിന്റെ 2 കൈ അങ്ങനെ ഒരു കുറ്റി പോലെയുള്ള സാധനത്തിന് മേലോട്ട് കയറ്റി വെച്ചേച്ച് ഒരു മരക്കഷ്ണം കൊണ്ട് ഫ്രണ്ടിലത്തെ 2 കൈ തല്ലിയെ മുട്ടിക്കും. ആരും ഇപ്പോഴാണ് 99 ആടിനും പേടിയായി. നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകരുത്. ചിലതിനെയൊക്കെ ദൈവം നിർത്തും. എന്തിനാണെന്നറിയോ? മറ്റുള്ളവരുടെ പാഠമാണ്. കല്ലിയൊടിക്കാനുള്ള അവസരങ്ങൾ ഞാനും നിങ്ങളും അവൻ ഉണ്ടാക്കരുത്. അവനപ്പോ ഇസ്രായേൽ മക്കൾ പിന്നെ അനിഷ്ടമായിട്ടുള്ളത് ചെയ്യും അല്ലേ? ഒന്ന് തിരിഞ്ഞ് നിങ്ങൾ ചിന്തിച്ച്, ഈ വന്ന വഴിത്താരം മുതൽ വന്ന വഴിത്താരങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന് അനിഷ്ടമായി കൊണ്ട് ചെയ്തിട്ടുണ്ടോ? ചിന്തിച്ചേ. നമുക്കുണ്ട് പാട്ടുകളുടെ പ്രാർത്ഥനയുണ്ട്. അവൻ്റെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്. മാസാദ്യം അവന് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അത്യാവശ്യം വീട്ടു പ്രാർത്ഥനകളുണ്ട്, സന്ധ്യാപ്രാർത്ഥനകളുണ്ട്, അവന് കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട് അല്ലേ? തത്വത്തിൽ നമ്മളെ ആരെന്ന് അറിയപ്പെടുന്നത്? വിശ്വാസികളെന്ന് അറിയപ്പെടുന്നത് അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തിന് ഇഷ്ടമായതാണോ ഇതുവരെ ചെയ്തു വന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യങ്ങളെ പറയും. ഞാൻ ഉപദേശം പറയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സകലവും ശോധന ചെയ്ത് എന്ത് ചെയ്യണം? നല്ലത് ഹല്ലേലൂയ കേട്ടോ. സകലവും ശോധന ചെയ്ത് മനപ്പുറം എന്നെ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഉപദേശിയുടെ വഴി എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ ആത്മാവിന്റെ ദൂത് പറയുക മാത്രമല്ല, ഉപദേശിക്കുകയും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായത് ഒരു കാര്യം കൂടെ പറയാം. അവരുടെ ഈ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ ക്രമീകരണം പ്രാപിക്കാത്ത യോഗത്തെ കൊണ്ടിരിക്കുന്നു. എന്തും കാണിച്ചിട്ട് വന്നിരിക്കാനുള്ള ഇടമല്ല ദൈവസന്നിധി. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയ ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നം ഉണ്ടായ അവിടെ വെച്ച് പറഞ്ഞ് തീർത്തിട്ട് വേണം ദൈവാലയത്തിലേക്ക് വരാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഉപദേശങ്ങളുടെ പ്രയാസം ഉണ്ടായാൽ അത് പറഞ്ഞു തീർത്തിട്ട് വേണം ആലയത്തിൽ കയറാനായിട്ട്. നാം നിമിത്തം എന്ത് ചെയ്യരുത്? ആരാധനയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. സ്തോത്രത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അവന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് കാത്തു വെച്ചിട്ട് സഹോദരനോട് നിരപ്പോടാകും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പാകട്ടെ നമുക്ക് അന്യഭാഷയാണ്, പക്ഷേ ജീവിതത്തിനകത്ത് ഇന്ന് വരെ പലപ്പോഴും നമുക്ക് ക്രമം വന്നിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. വേദപുസ്തകം ക്രമത്തിൽ
ഭക്തനാണ് അവന്റെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. സഭയ്ക്കകത്ത് ക്രമമുണ്ട്, കുടുംബത്തിനകത്ത് ക്രമമുണ്ട്, ഭാര്യാഭർത്തൃ ജീവിതത്തിനകത്ത് ക്രമമുണ്ട്, സ്തോത്രപര ഉപദേശ വിശ്വാസികൾ തമ്മിൽ ക്രമമുണ്ട്. അത് തെറ്റിപ്പോകാനായിട്ട് ഇടവരരുത്. ചിന്തിച്ച് അനിഷ്ടമായത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അനിഷ്ടമായത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാനസാന്തരം വന്നിട്ടില്ലെങ്കിൽ, സ്തോത്രമല്ലേറിയ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ രക്ഷിക്കപ്പെടാത്തവരെ മാനസാന്തരപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷിക്കപ്പെടാത്തവരെ മാനസാന്തരപ്പെടുത്തണമേ, അല്ലേ? അവന് നമ്മൾ മാനസാന്തരം വരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതൊന്നും പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ വഹിക്കുന്നത് ഞങ്ങൾ മാനസാന്തരപ്പെടണോ? വെളിപ്പാട് പുസ്തകത്തിൽ അവൻ യേശു കർത്താവ് സഭയോട് പറയുക, അവന് നീ മാനസാന്തരപ്പെടണം. ആരോട് പറഞ്ഞേ? സഭയോട് പറഞ്ഞ മാനസാന്തരപ്പെടണം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നത് ഓർത്ത് അവന് നീ അതിലേക്ക് മടങ്ങി വരണം. അതിന്റെ അർത്ഥം മാനസാന്തരപ്പെടുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് പിടിക്കത്തില്ല, പക്ഷെ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എഫെസോസിലുള്ള എഫേസ്യ സഭയുടെ പോരായ്മ എന്തായിരുന്നു? അത് സ്നേഹം. ആദ്യ സ്നേഹം, അല്ലേ? വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് സ്നാനപ്പെട്ടിട്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോ സ്നേഹത്തിന്റെ പറഞ്ഞ കടവിളിക്കുക, നമ്മളെ പുതപ്പിക്കുന്ന ഒരു പുതപ്പുണ്ട്, അല്ലേ? അന്ന് പരസ്പരം സ്നേഹദുബലങ്ങളൊക്കെ കൊടുത്ത് വർഷങ്ങൾ ഇത്രയായിട്ട് അന്ന് പുതപ്പിന്റെ ആ സ്നേഹത്തിന്റെ പുതപ്പിന്റെ ആ ഒരു സ്നേഹം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. എഫെസോസ് സഭയുടെ പോരായ്മ എന്താ? ആദ്യ സ്നേഹം, അല്ലേ? കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് നോക്കുമ്പോ പഴയ ദൈവസ്നേഹം ആർക്കില്ല. ആദ്യ സ്നേഹം, അല്ലേ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ്, അതൊരു കുറവ് തന്നെയാണ്. എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ചു സ്നേഹിക്കാം, എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവരുടെ വീട്ടിൽ പോകാം, എനിക്ക് എന്തേലും തന്നാൽ ഞാൻ തിരിച്ചു ചെയ്യാം. പോരാട്ടത്തിന്റെ മേഖല. അവൻ എന്നെ പരിഗണിച്ചാൽ ഞാനും പരിഗണിക്കാം. അപ്പോ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ്, അതൊരു കുറവ് തന്നെ, അല്ലേ? നമ്മൾ വലിയ കുറവ്. രാത്രി പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാറുണ്ട്. എന്താ പറയുന്നത്? എന്തുവാ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എന്റെ കർത്താവേ, എന്റെ ബലഹീനതകൾ, അകൃത്യങ്ങൾ, പാപങ്ങൾ, അറിഞ്ഞോ അറിയാതെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന്റെ കാരണം അടുത്ത സെക്കൻഡ് മരിച്ചാലോ കാഹളം ധരിച്ചാലോ ചെല്ലേണ്ട ഇടത്ത് നാം ചെല്ലപ്പെടണമെന്നതിന് തടസ്സമായി എന്റെ കുറവ് നിൽക്കരുത്. സ്തോത്രം. മനസ്സിലാവുന്നു? എന്റെ കുറവ് അങ്ങനെ നിന്നാൽ എനിക്ക് ചെല്ലേണ്ട ഇടത്ത് ചെല്ലാൻ പറ്റത്തില്ല. സ്തോത്രം. 60 70 വയസ്സ് വരെ ഭൂമി ജീവിക്കുന്നതല്ല പ്രധാനം. അവനിലേക്ക് കാഹളം ധരിക്കുമ്പോൾ നിത്യത്തിലേക്ക് വളർന്നുകയുള്ള പ്രധാനം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആരോടെങ്കിലും വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പകൽ തുറന്ന ഹൃദയത്തോടെ ദൈവസന്നിധാനെ ആഴമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു ക്രമീകരണം ജീവിതത്തിലില്ലായെങ്കിൽ ഞാനോ പ്രകാശോ ഈ കർത്താവിന്റെ ദാസനോ ഇനി നിങ്ങൾ ആഗ്രഹിക്കുക വേറൊരാളെ വിളിച്ചോണ്ട് വന്ന് വേണം ഞങ്ങളുടെ സംസ്കാര ശുശ്രൂഷ നടത്തണമെന്ന് പറഞ്ഞാൽ ആര് പ്രാർത്ഥിച്ചാലും നമ്മൾ സ്വർഗ്ഗത്തിൽ പോയി പോവോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കോപം ഹല്ലേലൂയ. അത് എന്നാ കോപം? പണ്ടാരുടെ വിശുദ്ധ കോപമായിരുന്നു. ആരുടെ? മോശയുടെ വിശുദ്ധ കോപം. അങ്ങനത്തെ വിശുദ്ധ കോപമൊന്നുമില്ല. അല്ലെങ്കിൽ കോപിക്കും ആളുകൾ, അല്ലേ? അത് മനുഷ്യന്റെ വികാരമാണ്. ആണോ? പക്ഷെ എന്ത് ചെയ്യരുത്? വേദോസം പറയുന്നത് കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപിച്ചാൽ പാപം ചെയ്യരുത് പറഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞു, പാറയോട് നീ കൽപ്പിച്ചാൽ മതി, അവനെല്ലാവരും ഞാൻ വെള്ളം തന്നോളാം. കർത്താവ് പറഞ്ഞു വെള്ളം തരാന്ന് പറഞ്ഞു മാത്രമേ കേട്ടു. പക്ഷെ മുഴുത്ത കോപം കയറി ആർക്ക്? ഇസ്രായേൽ മക്കളാണെന്ന് വിചാരിച്ച് പാറക്കിട്ട് അടിക്കുക. സ്വത്രപല്ലെ തീർന്നില്ല. യാത്ര തുടങ്ങി അവനിൽ കനാനിന്റെ പടിവാതിൽ വന്നപ്പോ മോശയോട് ദൈവം മോശ യാത്ര നിർത്തി. അവിടെ കേറിയിട്ട് ആ ദേശം നോക്കി നോക്കി. ഏത് ദേശം? നീ ആഗ്രഹിച്ച ദേശമില്ലേ? നീ ജനത്തിന് വാക്കുകൊടുത്ത ദേശമില്ലേ? അതൊന്ന് കണ്ടോ? കൺകുളിർക്കെ കണ്ടോ? നീ അവിടെ പോകത്തില്ല.
സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്താ പോകാത്തതിന്റെ കാരണം? കലഹജലത്തിൽ വച്ച് നീ എന്നെ വിശുദ്ധീകരിക്കാനത് കൊണ്ടാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ല നീ ചെയ്തത്. ഇത് കേട്ടിട്ട് നീ ഇത് കേൾക്കുന്നില്ലേ? ഇന്ന് പകൽ ഇത് കേൾക്കുന്നില്ലേ? ഇത് കേട്ടിട്ട് നീ എന്താ ചെയ്യുന്നേ? സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇത് കേട്ടിട്ട് നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ഹല്ലേലൂയ. ആദ്യം വിട്ട് ഇറങ്ങി പോകുമ്പോൾ കൂട്ടുവിശ്വാസയുടെ കുറവ് പറയരുത്. ഹല്ലേലൂയ. മാർഗ്ഗോപദേശയുടെ കുറ്റം പറയരുത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചത് എന്നോട് ഓർപ്പിക്കുന്നു. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് ഡയറക്റ്റ് പറയണം.